ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മീര നവീനോട് പറയാണ്, എടോ താൻ കടം കൊടുത്ത കാശ് ചോദിക്കുന്നത് പോലെ ഉണ്ടല്ലോ, ഒരു പെണ്ണിൻ്റെ മുമ്പിൽ ഇങ്ങനെ പിച്ച തേണ്ടാൻ തനിക്ക് നാണയില്ലടോ, ഒന്നത് വാങ്ങിച്ചിട്ട് പോടോ. അപ്പോൾ ശ്രുതി പറയാണ്, ഇനി ഞാൻ നിനക്ക് കാശ് തരില്ല, ഏർപ്പാട് ഇന്നത്തോടെ നിർത്തിക്കൊള്ളണം. അപ്പോൾ അവൻ പറയാണ്, അങ്ങനെ ഒരു തീരുമാനം നിനക്ക് എടുക്കാൻ കഴിയില്ല കല്യാണി. ഞാൻ ചോദിക്കുന്ന അത്രയും കാലം നീ എനിക്ക് കാശ് തന്നുകൊണ്ടേയിരിക്കണം. ഇല്ലെങ്കിലേ ഞാൻ നിൻ്റെ വീട്ടിലെത്തും. എന്നിട്ട് അവിടെ വന്നിട്ട് നിൻ്റെ അമ്മായിയമ്മയോടും നിൻ്റെ ഭർത്താവിനോടും ഞാൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയും. അത് കേട്ട് മീര ഒന്ന് ഞെട്ടി. അതിനുശേഷം പറയാണ്, അപ്പോഴേ അടുത്ത മാസം കാണാം. പോട്ടെ കല്യാണി എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി. ശ്രുതി, ഇവനെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല. ഇവൻ്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം എടുക്കണം. നീ വാ, നമുക്ക് പോകാം. അപ്പോഴാണ് ശ്രുതിയും കൂട്ടുകാരനും അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത്, അതായത് ലഞ്ച് കഴിക്കുന്നത് മീര കണ്ടത്. മീര കണ്ടപ്പോൾ തന്നെ ശ്രുതിയോട് പറയാണ്, ശ്രുതിയല്ലേ അത്? എടി, ശ്രുതി ഷോറൂമിലേക്ക് പോയിരിക്കല്ലേ? നീ നോക്ക് ശ്രുതി. ശ്രുതി എന്താ ഇവിടെ? അപ്പോൾ ശ്രുതിയെ തന്നെ നോക്കി നിൽക്കുകയാണ് കല്യാണിയും, അതായത് ശ്രുതിയും മീരയും. അപ്പോൾ മറ്റേ കൂട്ടുകാരൻ പറയാണ്, ഡോ ഇന്നെന്തായാലും നല്ല ദിവസമാണെന്ന് തോന്നുന്നു. അപ്പോൾ ശ്രുതി പറയാണ്, ആണോ? സുന്ദരികളായ രണ്ട് പെൺകുട്ടികൾ നമ്മളെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. വേഗം കഴിക്ക്, നമുക്ക് അവരെ ചെന്നൊന്ന് മുട്ടാം. സുന്ദരിയായ പെണ്ണുങ്ങളോ? അതെവിടെ? അതാ നീ അങ്ങോട്ട് നോക്ക്. എനിക്ക് പിന്നെ ഒന്നും തിരിയുന്നില്ല, ഒന്നും പറയാനും പറ്റുന്നില്ല. അപ്പം മറ്റവൻ ചോദിക്കുകയാണ്, ആ രണ്ട് പെൺകുട്ടികളിൽ നിനക്കേതാ ഓക്കെ ആയത്? റൈറ്റിൽ നിൽക്കുന്ന പെൺകുട്ടിയാണോ അതോ? അപ്പോൾ ശ്രുതി, അതെനിക്ക് ഇഷ്ടപ്പെട്ടേ പറ്റൂ. എന്താ ബ്രോ അങ്ങനെ? അതെൻ്റെ ഭാര്യ. ആ ശ്രുതി പിന്നെ ശ്രുതിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ശ്രുതി എത്രയും പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നിടത്ത് എണീറ്റ് എന്നിട്ട് പറയാണ്, ഞാൻ അങ്ങോട്ട് വരാം. ശ്രുതി, നീ എന്താ ഇവിടെ ഈ പാർക്കിൽ? ശ്രുതി എന്താ ഷോറൂമിൽ പോകാതെ ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു? ആ കൂടെയുള്ളതാരാ? അത് എൻ്റെ ക്ലയൻറ്റാ. പുതിയ കാറുകളെക്കുറിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി വന്നതാ. അദ്ദേഹം ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കറാണേ. മിക്കവരുമായിട്ട് സംസാരിക്കുക ഞാൻ ഈ പാർക്കിൽ വെച്ചാ ഞാൻ ഇവിടെ വന്ന് കണ്ടത്. അങ്ങനെ അല്ല, കണ്ടതൊക്കെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതോ? അത് അദ്ദേഹത്തിന് കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഒക്കെയുണ്ട്. അത് കൃത്യസമയത്തിന് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും അത്രേ. അതാ ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിക്കുന്നത്. എല്ലാം അയാൾ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഈ കള്ളൻ ഇതെന്തൊക്കെയാണ് പറയുന്നത്? അവൻ വരട്ടെ ഇങ്ങോട്ട്. അല്ല, ശ്രുതി എന്തിനാ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? പിന്നെ ഞാൻ തിരികെ ഓഫീസിലേക്ക് പോകാൻ വൈകും എന്നെനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ഭക്ഷണ കിറ്റ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. മിക്ക കസ്റ്റമേഴ്സിനെയും ഞാൻ ഇതുപോലെ പുറത്തു നിന്ന് കാണാറാണ് പതിവ്. ഇനി എനിക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടും. കേട്ടപ്പോൾ ശ്രുതിയോടൊന്ന് ചിരിച്ചുപോയി. ശ്രുതി എന്താ ഇവിടെ? അത് ശ്രുതി, ഇവളുടെ കല്യാണാലോചന നടക്കുന്നുണ്ട്. അത് പിന്നെ ഇവളെ കാണാൻ ഒരു ചെറുക്കൻ ഇവിടെ വരാമെന്ന് പറഞ്ഞു. ഓ ദേ ഇവൾക്ക് ഒറ്റയ്ക്ക് വരാനൊരു മടി, അതുകൊണ്ട് അവൾ എന്നെയും കൂട്ടിയത്. എന്നിട്ട് എവിടെ ചെറുക്കൻ എവിടെ? അത് കണ്ടതിന് ശേഷം പോയി. ശ്രുതി പിന്നെ കളിയാക്കി പറയാണ്, ഇവളെ കണ്ടപ്പോൾ തന്നെ ഓടിപ്പോയി കാണും അല്ലേ? ശ്രുതിയുടെ സംസാരം കേട്ട് മീരയ്ക്ക് ദേഷ്യം വരികയാണ്. ശ്രുതി പാർലറിൽ തിരക്കുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു, ഞാൻ പോട്ടെ. ഇവിടെ നിൽക്കണ്ട, ഇവിടെ അധികം നേരം നിൽക്കണ്ട, പോയിക്കോ. വാ മീരെ, നമുക്ക് പോവാം. അവർ പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി പറയാണ്, എൻ്റെ ദൈവമേ, എൻ്റെ ഹൃദയം ഇപ്പം നിലച്ചു പോയേനെ. മറ്റേ ചങ്ങായി പറയാണ്, കഷ്ടം തന്നെടേ. പിന്നെ വീട്ടിലാണ് കാണിക്കുന്നത്. വീട്ടിൽ രേവതി മേശപ്പുറത്ത് ഭക്ഷണമൊക്കെ കൊണ്ടുപോയിക്കാണ്. എന്നിട്ട് അച്ഛനെ വിളിക്കാണ്, അച്ഛാ ഭക്ഷണം കൊണ്ടുവച്ചിട്ടുണ്ട്. അച്ഛാ ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട്, കഴിക്കാം. സച്ചി വന്നില്ലേ മോളെ? ഇല്ല, സച്ചി ഏട്ടൻ വരാൻ കൂടി കുറച്ച് വൈകും. വന്നിരിക്കും. അല്ല, ചന്ദ്ര എവിടെ? ജയം ബഹളം ഒന്നും കേൾക്കുന്നില്ലല്ലോ. മുറിയിലുണ്ട്. മോള് ഭക്ഷണം കഴിച്ചോ? ഇല്ല. എങ്കിൽ മോള് പോയി അവളെയും കൂടി വിളിക്ക്. ചെല്ല്. ശരി അച്ഛാ. അമ്മേ ബാ, ഭക്ഷണം കഴിക്കാം. എനിക്ക് വേണ്ട. അച്ഛൻ കഴിക്കാൻ വന്നിരിക്കുക, അമ്മയെ വിളിക്കാൻ പറഞ്ഞു. അദ്ദേഹം കഴിക്കട്ടെ, എനിക്ക് വേണ്ട. അമ്മേ, ദേഷ്യം ഭക്ഷണത്തിന് മേൽ കാണിക്കരുതേ. ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നു. പിന്നെ ആരുടെ മേൽ കാണിക്കണം? നിൻ്റെ മേൽ കാണിക്കട്ടെ. ഇതിന് ഞാനെന്താ ചെയ്തത്? ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കല്യാണം നടത്തി കൊടുത്തത് നീയല്ലേ? അമ്മേ, ഞാനല്ല അവരുടെ കല്യാണം നടത്തി കൊടുത്തത്. എന്നാലും അവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഞാനത് പറഞ്ഞതുവാ.
അത് നീ ആത്മാർത്ഥമായിട്ട് പറഞ്ഞതൊന്നുമല്ല. നീയാണല്ലോ ഇവിടുത്തെ വലിയ ആള്. ഒരു മരുമകൾ കൂടി വന്നു കഴിഞ്ഞാൽ ആ സ്ഥാനം നിന്റെ പോയി പോവും എന്നുള്ള പേടിയുണ്ടല്ലോ നിനക്ക്. സ്ഥാനം പോവാൻ ഇവിടെ വലിയ അധികാര കസേരയിൽ ഇരിക്കുകയല്ലേ ഞാൻ. വർഷ നല്ല കുട്ടിയാ. വർഷയും ശ്രീകാന്തും ഇവിടെ കഴിയുന്നതിൽ എനിക്ക് നല്ല സന്തോഷമേ ഉള്ളൂ. അവരെ ഇവിടേക്ക് വിളിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആരും കേൾക്കുന്നില്ലല്ലോ. ഈ വീട്ടിൽ എനിക്ക് ഒരു വിലയും ഇല്ലാതായി. ഞാൻ പറയുന്നത് ആരും ഗവനിക്കുന്നില്ല. നീ ചെന്ന് അവർക്ക് ഭക്ഷണം കൊടുക്ക്. എനിക്കൊന്നും വേണ്ട. ശ്രീകാന്ത് അവൻ്റെ പാട്ടിന് പോട്ടെ എന്നാണ് പറയുന്നത്. ഞാൻ അവൻ്റെ പെറ്റ തള്ളയല്ലേ. എനിക്കങ്ങനെ കരുതാൻ പറ്റുമോ? ഞാൻ പ്രസവിച്ചത് 3 ആൺമക്കളെയാണ്. 3 പേരും അവരുടെ ഭാര്യമാരോടൊപ്പം ഇവിടെ കഴിയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് തെറ്റാണോ? അച്ഛനോട് ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാമേ. അമ്മ ഇപ്പോൾ വന്ന് ഭക്ഷണം കഴിക്കേ. എന്നോട് സ്നേഹമുണ്ടെന്ന് അഭിനയിച്ച് കളിക്കല്ലേ നീ. പോയിക്കോ എൻ്റെ മുമ്പിൽ നിന്ന്. നീ നിൻ്റെ അച്ഛനെയും ഭർത്താവിനെയും ഊട്ട്. എനിക്ക് ഭക്ഷണം വേണ്ട. എന്താ മോളെ, ചന്ദ്ര വരുന്നില്ലേ? ഇല്ല അച്ഛാ, അമ്മയ്ക്ക് ഭക്ഷണം വേണ്ട എന്നാ പറയുന്നത്. വഴിക്കവിടെ സച്ചി എത്തി. അങ്ങനെയൊക്കെ പറയും. നമ്മൾ കാണാതെടുത്ത് കഴിക്കുകയും ചെയ്യും. നിങ്ങൾ വാ, നമുക്ക് കഴിക്കാം. സച്ചേട്ടാ, അമ്മ ഇന്ന് ഉച്ചയ്ക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല. അച്ഛാ, അച്ഛനൊന്ന് ചെന്ന് വിളിക്ക്, വരും. താഴെ നിന്ന് തന്നെ വിളിക്കുകയാണ്. ചന്ദ്രേ, ഇങ്ങ് വന്നേ. ചന്ദ്രേ, ഇങ്ങ് വരാൻ. ചന്ദ്രേ. എന്താ രവിയേട്ടാ? വാ, നമുക്ക് ഭക്ഷണം കഴിക്കാമല്ലോ. എനിക്ക് വേണ്ട. നീ ഇന്ന് ഉച്ചക്കും കഴിച്ചില്ലല്ലോ. നിനക്ക് വിശക്കുന്നില്ലേ? നീ എന്താ ഒന്നും കഴിക്കാത്തത്? ശ്രീകാന്ത് വന്നാലേ ഞാൻ ഭക്ഷണം കഴിക്കൂ. ഓടിപ്പോയ അവൻ തിരിച്ചു വന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കില്ല സച്ചി. എൻ്റെ മോൻ വരണം. ഞാനിവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവൻ എവിടെയോ അനാഥനെ പോലെ കഴിയേണ്ട ഒരാവശ്യമില്ല. എൻ്റെ ഭാര്യയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നില്ലേ, ഇനി അവനെയും ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് വന്നാൽ എന്താ പ്രശ്നം? അവൻ വരാതെ ഒരു ഗ്ലാസ് വെള്ളം പോലും ഞാൻ കുടിക്കില്ല. അപ്പോൾ സച്ചി ചോദിക്കുകയാണ്, എന്താണാവോ പെട്ടെന്ന് ഇപ്പോൾ ഒരു നിരാഹാര സത്യാഗ്രഹം? എന്താ അച്ഛ കാരണം? എനിക്കറിയില്ല. എന്താ അമ്മേ? അച്ഛ, എന്താ അച്ഛ പ്രശ്നം? ശ്രീകാന്ത് വരാതെ നിൻ്റെ അമ്മ പച്ച വെള്ളം കുടിക്കില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ശ്രുതി പറയാണ്, പട്ടിണി കിടക്കല്ലേ ആൻറ്റി, വല്ല അസുഖവും വരും. ശ്രീകാന്തും വർഷയും പ്രണയിച്ചു. 2 പേരും വിവാഹവും കഴിച്ചു. ലോകത്ത് ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നുമല്ലല്ലോ ഇത്. ചെയ്തത് വലിയ തെറ്റൊന്നുമല്ല. സച്ചി പറയാണ്, തെറ്റാണ് അവൻ ചെയ്തത്. അവൻ കാരണമല്ലേ അച്ഛന് ലോക്കപ്പിലും ഹോസ്പിറ്റലിലും കിടക്കേണ്ടി വന്നത്. അത്രേ, ഇപ്പം എന്ത് ചെയ്യണമെന്നാണ് നീ പറയുന്നേ? ശ്രീകാന്തിനെയും വർഷയെയും എത്രയും പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണം. ശ്രുതി, സച്ചി, നിങ്ങളുടെ അമ്മ പറയുന്നത് കേട്ടല്ലോ. നിങ്ങളെപ്പോലെ തന്നെ ഒരു തീരുമാനം എടുക്കാനുള്ള കഴിവ് അമ്മയ്ക്കുണ്ട്. അവൾ പറയുന്നത് കേൾക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. എന്നാൽ ആ മധുസൂദൻ എന്നോട് ചെയ്തത് എനിക്ക് മറക്കാനും കഴിയുന്നില്ല. എനിക്ക് പെട്ടെന്നൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല മക്കളെ. നിങ്ങൾ പറയും, എന്താ ഞാൻ ചെയ്യേണ്ടത്? നിങ്ങളുടെ അമ്മയ്ക്ക് വേണ്ടി ശ്രീകാന്തിനെയും വർഷയെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരണോ? ശ്രുതി പറയാണ്, അങ്കിൾ, ആൻറ്റി പറയുന്നതിലും കാര്യമുണ്ട്. ശ്രീകാന്ത് ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നാൽ അതിന് അവൻ മാത്രമല്ലല്ലോ കാരണം. നടന്നത് നടന്നു. എത്ര കാലം ശ്രീകാന്തിനെ ഇങ്ങനെ അകറ്റി നിർത്താൻ കഴിയും? ഇവിടെ സങ്കടം കണ്ടില്ലേ? മക്കളെ പിരിഞ്ഞിരിക്കുന്ന അമ്മമാരുടെ വിഷമം എനിക്ക് മനസ്സിലാവും. കുട്ടികളെ പ്രസവിച്ചവർക്കല്ലേ മനസ്സിലാവും. സച്ചി പെട്ടെന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ശ്രുതി, എനിക്കെങ്ങനെ മനസ്സിലാവും? സച്ചി, അവൾ പൊതുവായിട്ടുള്ളൊരു കാര്യം പറഞ്ഞതല്ലേ. ആ അപ്പോൾ ശ്രുതിയും ഓ ശ്രുതി, നീ നിൻ്റെ അഭിപ്രായം പറഞ്ഞില്ല. ആ വലിയ വീട്ടിലെ പെണ്ണിനെയും കൂട്ടി വന്നാൽ ഈ വീട്ടിലെ എൻ്റെ വില പോവും. പാവം അമ്മ നല്ല വിഷമത്തിലാണ്. കാര്യത്തിൽ അച്ഛനും അമ്മയും ചേർന്ന് എന്ത് തീരുമാനമെടുത്താലും എനിക്കൊരു പ്രശ്നമില്ല. ഇല്ലെങ്കിലും എൻ്റെ അനിയനല്ലേ അവൻ. മോളെ രേവതി, നിൻ്റെ അഭിപ്രായം നീ നേരത്തെ പറഞ്ഞതാണല്ലോ. ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ അച്ഛാ, അവരെ ഇനി ഈ വീട്ടിലേക്ക് കയറ്റരുത്. അച്ഛൻ എന്തിനീ ചാഞ്ചാട്ടം? അച്ഛൻ അന്നെടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിൽക്ക്. ഇവരൊക്കെ അഭിനയിച്ച് അച്ഛൻ്റെ മനസ്സ് മാറ്റാൻ നോക്കുക. അവന് മാപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. അച്ഛന് അപമാനം വരുത്തി വെച്ച അവനെ വീട്ടിൽ കയറ്റരുത് അച്ഛാ. അച്ഛൻ അന്ന് നിന്ന സ്റ്റാൻഡിൽ തന്നെ നിൽക്ക്. അമ്മ ഒന്നും പറയാനാവാതെ അവിടെ ഇരിക്കുകയാണ്. അതുപോലെ തന്നെ അച്ഛനും അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ സച്ചി പറയാണ്, ഞാൻ പറയുന്നത് കറക്റ്റല്ലേ അച്ഛാ? എത്ര നാൾ ഈ ദേഷ്യം കൊണ്ട് നടക്കും സച്ചി? വയസ്സാവുമല്ലേ. മറ്റുള്ളവരുടെ തീരുമാനം എനിക്കെടുക്കാനുള്ള അവകാശമില്ല എന്ന് മനസ്സിലായി. അത് സ്വന്തം മക്കളുടേതായാൽ പോരും. അവൻ്റെ ജീവിതം അവൻ നോക്കി. അതിന് അവനെ എന്തിനാ തെറ്റ് പറയുന്നത്? ശ്രീകാന്തിൻ്റെ മനസ്സിൽ ഇതാണെന്ന് മുമ്പേ അവൻ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. കഴിഞ്ഞത് കഴിഞ്ഞു. ശ്രീകാന്തും വർഷയും ഇനി വീട്ടിലേക്ക് വരട്ടെ. വരട്ടെ, എല്ലാവരും പരസ്പരം പറയാണ്, വരട്ടെ. സച്ചി മാത്രം, അച്ഛാ. അച്ഛൻ എന്തായി പറയുന്നേ? അത്രയ്ക്ക് എന്തെന്നില്ലാതെ സന്തോഷം തോന്നുകയാണ്.
എന്നിട്ട് പറയാണ്, ഞാൻ ശ്രീകാന്തിനോട് വരാൻ പറയട്ടെ. ധൃതി വയ്ക്കാതെ ചന്ദ്രേ, ശ്രീകാന്ത് ചെയ്തത് അവിടെ നിൽക്കട്ടെ. വർഷയുടെ അച്ഛൻ മധുസൂദൻ എന്നോട് പറഞ്ഞത് നിങ്ങളും കേട്ടതല്ലേ. അദ്ദേഹത്തിൻ്റെ സ്വത്ത് കണ്ട് ഞാൻ ശ്രീകാന്തിനെ വിട്ട് അദ്ദേഹത്തിൻ്റെ മകളെ വശീകരിച്ച് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ അയാളുടെ മകളെ എന്തിനാ ഈ വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുവരുന്നത്? അപ്പോൾ രേവതി പറയാണ്, അച്ഛൻ പറയട്ടെ, സച്ചേട്ടനൊന്നും മിണ്ടാതിരിക്കുക. ഞാൻ ശ്രീകാന്തിനെയും വർഷയെയും വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയാൽ മധുസൂദനൻ പറഞ്ഞത് ശരിയാണെന്ന് എല്ലാവരും പറയും. അതുകൊണ്ട് ഞാനൊരു കണ്ടീഷൻ വെക്കുക. അപ്പോൾ ശ്രുതിയോട് പറയാണ്, കണ്ടീഷനോ? എന്ത് കണ്ടീഷൻ? അമ്മയും അച്ഛനോട് ചോദിക്കുകയാണ്, എന്ത് കണ്ടീഷൻ? മധുസൂദൻ്റെ ഭാര്യയും അവരുടെ മകളെ ഇവിടെ കൊണ്ടുവന്ന് വിടണം. എൻ്റെ മകൾ ഇവിടുത്തെ മരുമകളാണെന്നും നിങ്ങൾ പൂർണ്ണ മനസ്സോടെ ഇവിടെ നിർത്തിയിട്ട് പോവുകയാണെന്നും അവർ പറയണം. അവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ വർഷയും ശ്രീകാന്തും ഇവിടെ താമസിച്ചോട്ടെ. പിന്നെ ഞാൻ എതിർക്കില്ല. അത് കേട്ട് സച്ചി, സൂപ്പർ അച്ഛാ, സൂപ്പർ, ഇപ്പം വെച്ച ചെക്ക് കൊള്ളാം. മധുസൂദൻ്റെ അഹങ്കാരം അയാളുടെ മോൾക്കുമുണ്ട്. പെണ്ണൊന്നും ഇവിടെ സെറ്റാവില്ലച്ചാ, പെണ്ണ് സെറ്റാവില്ല. അപ്പോൾ രേവതി, സച്ചേട്ടാ, അച്ഛനൊരു തീരുമാനം പറഞ്ഞില്ലേ, ഇനി സച്ചേട്ടനൊന്നും പറയണ്ട. അവർ വർഷയെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നാക്കണം എന്നല്ല പറഞ്ഞാൽ. അപ്പോൾ അച്ഛൻ പറയാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിനക്ക് വേണ്ടി കുറച്ച് ഇറങ്ങി വന്നു. ഇതിനപ്പുറം താഴാൻ എന്നെക്കൊണ്ട് കഴിയില്ല ചന്ദ്രേ. എന്തായാലും സമ്മതിച്ചല്ലോ, സന്തോഷം. എന്നാ വാ, എണീക്ക്, ഭക്ഷണം കഴിക്കാം. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ സച്ചി പോകാതെ കണ്ട് രേവതി വിളിക്കുകയാണ്, വാ കഴിക്കാം. സച്ചി മുറിയിൽ പായ് വിരിക്കുകയാണ്. അപ്പോൾ നടു അങ്ങനെ പിടിച്ചു പോയി. അപ്പോൾ പറയാണ്, അയ്യോ എൻ്റെ അമ്മേ. അപ്പോൾ രേവതി, അയ്യോ എന്തു പറ്റി? എൻ്റെ പുറം വേദനിക്കുന്നു. പുറത്ത് എന്തെങ്കിലും കടിച്ചോ നോക്കട്ടെ. എനിക്കല്ല, മാന്ത ചെയ്തത്. മാന്തിയോ? മാത്രമല്ല, ശരീരം മുഴുവൻ വേദനിക്കുന്നു. കരുതിക്കൂട്ടി എനിക്ക് പണി തരാനല്ലേ ആ അമ്പലത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോയത്. ഓ സച്ചേട്ടാ, അങ്ങനെയൊന്നും പറയല്ലേ. ഓ എന്തൊരു പുറം വേദന. അപ്പോൾ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് വേദന അറിയുന്നത്. അനങ്ങാതെ വിശ്രമമില്ലാതെ എത്ര ദിവസം കാർ ഓടിച്ചിരുന്നതാണ് ഞാൻ. അപ്പോഴൊന്നും എനിക്കിങ്ങനെ വേദന ഉണ്ടായിട്ടില്ല. എൻ്റെ അമ്മേ, എന്തൊരു വെയിറ്റാണ് നിനക്ക്. ഭക്ഷണം കുറക്കണം കേട്ടോ, അപ്പോൾ വെയിറ്റ് കുറയും. എന്താ നിങ്ങൾക്ക് വെയിറ്റ് ഇല്ലേ? ഇഡ്ഡലി പോലെയാണോ നിങ്ങൾ? എന്ത് ഇഡ്ഡലി പോലെയോ? ആ അതെ, ചില സിനിമകളിലൊക്കെ ഉണ്ടാവാറില്ലേ അടി കൂടുന്ന ഒരാൾ. അയാളെ പോലെ മെലിഞ്ഞിട്ടാണോ നിങ്ങൾ? അത് ഇഡ്ഡലിയല്ല, അത് ജെറ്റിലെയാ. ആരെങ്കിലും ആവട്ടെ, രണ്ടാളെടുത്താൽ പോലും നിങ്ങളെ പൊക്കാൻ കഴിയില്ല. എന്നിട്ടാ പറയുന്നത്, ഓ ഞാൻ ഭക്ഷണം കുറക്കണം പോലും. അതേ, ഭക്ഷണം കഴിച്ചിട്ട് ഞാനിവിടെ വെറുതെ ഇരിക്കുക, ഞാൻ ജോലി ചെയ്യുന്നില്ലേ? രാവിലെ മുതൽ രാത്രി വരെ ഞാൻ ഈ വീട്ടിൽ ജോലി ചെയ്യുന്നതാ. ആണോ? അതെ, ഇതിനിടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ അമ്മ എന്നോട് ചോദിച്ചു, നീ എന്താ രേവതി ഇങ്ങനെ മെലിഞ്ഞു പോയത് എന്ന്. എന്നിട്ട് ഇവിടെ ഒരാൾ പറയുന്നു എനിക്ക് വെയിറ്റ് കൂടുതലാണെന്ന്. എല്ലാ അമ്മമാരും മക്കളെ കാണുമ്പോൾ അങ്ങനെയേ പറയൂ. ഇപ്പോൾ എന്താ നിങ്ങൾക്ക്? എന്നെ എടുത്തുകൊണ്ട് നടന്നതുകൊണ്ട് കയ്യും കാലും വേദനിക്കുന്നു അല്ലേ? കയ്യും കാലും മാത്രമല്ല, ശരീരം മൊത്തം വേദനയുണ്ട്. പുറം വേദനയാണ് കൂടുതൽ. അയ്യോ എനിക്ക് എണീക്കാൻ പറ്റുന്നില്ല. ഞാനേ തൈലം തേച്ച് തരാം. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ തന്നെ തേച്ചോളൂ. ഇങ്ങോട്ട് വാ. അത് എന്നെ എടുത്തുകൊണ്ടല്ലേ ശരീരം വേദനിക്കുന്നത്, ഞാൻ തന്നെ തേച്ച് തരാം. തേക്ക്. അങ്ങനെ പുറം വേദന എന്ന് പറഞ്ഞിട്ട് കയ്യിൽ തൈലോട്ട് കൊടുക്കുകയാണ് രേവതി. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അപ്പോൾ അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. സീ യു ഓൾ.